എന്തു പറ്റി അമ്മേ? നീ താലി കെട്ടിയതുകൊണ്ട് ഇവൾ ഈ വീട്ടിലെ മരുമകളാണത്രേ. എന്നെ ഇവളെ അമ്മയെന്ന് വിളിക്കുമെന്ന്. നിന്റെ ഭാര്യയായിട്ട് ഇവിടെ കിടന്ന് വിലസുവെന്ന്. അതുവരെ ഇവള് ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? നടക്കടി പുറത്തേക്ക്. ഏത് തരത്തിലാ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നേ? ആരോട് വെച്ചിട്ട് കയറിയെന്ന്? ഇവിടുന്ന് പുറത്തേക്ക് പോടി, പോവാൻ. ഏട്ടനല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നേ, എന്നിട്ടിപ്പൊ ഏട്ടൻ തന്നെ പറഞ്ഞയച്ച. എന്തെന്നാടി വാ നീളുന്നേ? അങ്ങനെയൊന്നും അല്ല ഏട്ടാ, സത്യമല്ലേ ഞാൻ പറഞ്ഞേ. ഈ വീട്ടിൽ കയറാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷെ ഇന്ന് ഏട്ടന്റെ മുറിയിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏട്ടനാ കാരണം. കേട്ടോടാ വരണേ, ഓരോ വാക്കിലും അവള് തർക്കുത്തരം പറയാ. ആ കുഗ്രാമത്തിൽ നമ്മുടെ പരിസരത്ത് പോലും വരാത്തവള് ഇന്ന് നേർക്ക് നേരെ നിന്ന് തർക്കിക്കുന്നു. ഇപ്പൊ ഞാൻ ആ കുഗ്രാമത്തിലെ പെൺകുട്ടി മാത്രമല്ലല്ലോ അമ്മേ, അത് ഇന്നലെ വരെയായിരുന്നു. ഇപ്പൊ ഞാൻ ഈ വീട്ടിലെ മരുമോളാ. ഇവിടുത്തെ മരുമക്കളുടെ എല്ലാ അവകാശവും അധികാരവും എനിക്കും ഉണ്ടമ്മേ. അത് നിങ്ങൾ മറക്കാതിരുന്നാ മതി. അല്ല, ഇവളുടെ മനസ്സിലിരിപ്പ് എന്താടാ? ഇവളെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. എന്റെ മരുമകളായിട്ടോ നിന്റെ ഭാര്യയായിട്ടോ ഇവൾ ഇവിടെ നിക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്യടാ. എന്ത് ചെയ്യാമ്മേ? കൊന്നുകളയോ? നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാലും ഈ വീട്ടിലെ മരുമോളായിട്ടാ ഞാൻ മരിക്കുക. ഏട്ടന്റെ ഭാര്യയായിട്ട് എന്നെ മരിക്കും. പക്ഷെ അതിനുശേഷം നിങ്ങളും ജീവനോടെ ഉണ്ടാവൂന്ന് കരുതണ്ട. ഇവിടെ കാപ്പി വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോയാലെങ്ങനെയാ? ആരാ അത് വൃത്തിയാക്ക? നിന്റെ തന്തപ്പടി വരുവോ അതോ നിന്റെ തന്തയുടെ തന്ത വരുവോ? വൃത്തിയാക്കടി. ഇങ്ങനെ പറഞ്ഞ പണിക്കാരി പോലും ചെയ്യില്ല. ഭാര്യ ഞാനെങ്ങനെ ചെയ്യുന്ന കരുതി? ഈ അധികാരത്തിന്റെ ധ്വനിയില്ലാണ്ട് അവജ്ഞയുടെ ഭാവം ഇല്ലാണ്ട് സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അടങ്ങി ഒതുങ്ങി ജീവിക്കും. അതെ വരണേട്ടാ. പക്ഷേ വരുതിക്ക് നിർത്തി അടിമപ്പണി ചെയ്യിക്കാൻ എങ്ങാനും ആണെങ്കിൽ എന്റെ അധികാരം എന്താണെന്ന് എനിക്കും കാണിക്കേണ്ടി വരും ഏട്ടാ. സൂക്ഷിച്ച എല്ലാവർക്കും കൊള്ളാം. എന്താടാ ഇതൊക്കെ? എന്താ അവള് പറഞ്ഞിട്ട് പോയേ? ഇതാ പഴയ വസുമതി തന്നെയാണോ? ഈ വീട്ടിൽ ആദ്യമായിട്ട് അവള് വന്ന സമയത്ത് വരാന്തയിൽ ഒരു മൂലയ്ക്ക് തറയെ പറ്റി ഇരുന്നവളാ. ആ പേടിയും ബഹുമാനവും ഒക്കെ ഇപ്പൊ എവിടെ പോയടാ? അവളുടെ കഴുത്തേ കിടക്കുന്ന ഞാൻ കെട്ടിയ ആ താലി, അതാണ് അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതമ്മേ. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ആ വൈദേഹിയും ഊർമിളയും കൂടെ ഉണ്ടാവും. അവരെ കണ്ടിട്ടാ അവൾ ഈ ചാട്ടമെല്ലാം ചാടുന്നേ. ഒത്തിരി കാലം ഈ ചാട്ടം ചാടാൻ അവൾക്ക് ജീവൻ ഉണ്ടാവില്ല. 3 എണ്ണത്തിനെയും കൊന്നു കളയണം. എന്നാലേ ബാക്കിയുള്ളവര് ഇവരുടെ അന്ത്യം കണ്ട് നമ്മളെ പേടിക്കുള്ളൂ. വെച്ചിട്ടുണ്ട് എല്ലാത്തിനും. ഈ ചാട്ടമെല്ലാം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങും. ഫ്ലേവർ അജേട്ടന് ഇഷ്ടമല്ലേ? നിനക്കത് ഒത്തിരി ഇഷ്ടമാണല്ലോ. ശരിയാ. ഈ മുറിയിൽ ഇഷ്ടങ്ങൾ സംഗമിച്ചിട്ട് എത്ര കാലമായി. അതുകൊണ്ട് ആ ഇഷ്ടത്തിന് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഒറിജിനൽ ജാസ്മിൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഊർമിളെ. എന്ത്? അജേട്ടൻ എനിക്ക് വേണ്ടി മുല്ലപ്പൂ കൊണ്ടുവന്നോ? എന്ത് ചെയ്യാനാ, ദേവനും വൈദേഹിക്കും ഒരു മോള് ജനിക്കാൻ പോവല്ലേ. ആ കുഞ്ഞോളും ഒറ്റയ്ക്കായി പോവല്ലോ എന്ന് ഓർത്ത് അവൾക്ക് കൂട്ടായി ഒരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് കരുതി. ആ, അത് ശരിയാ, നല്ലതൊക്കെ തന്നെയാ. എന്നാ പിന്നെ വൈദേഹിയുടെ മോള് ജനിച്ച ശേഷം ഒരു മോളെയും കൂടി തരാൻ പറയാം. അപ്പൊ നിനക്ക് അതാണോ മനസ്സിലായേ?
ഭാര്യയുടെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റി വളച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ ഏട്ടാ? ആ ചേട്ടനാണ് മോനെ കൊതിക്കുന്നോന്ന് എന്നോട് പറഞ്ഞൂടെ? എന്നോ ഒരുമിച്ച മനസ്സുകളാണെങ്കിലും അകന്നിട്ട് കുറെ നാളായില്ലേ, അതുകൊണ്ട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഇത്രയും നാളും അകന്നു കഴിഞ്ഞതുകൊണ്ടാണ് വീണ്ടും അടുക്കാൻ അവസരം കിട്ടുമ്പോ മുഖവരിയൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ വീണ്ടും ആദ്യമായിട്ട് എന്റെ മനസ്സിൽ കുടിയേറിയ ഊർമിളെ വീണ്ടും കാണുക, ഈ സന്തോഷം ആഘോഷിക്കാൻ ഒരു മുല്ലപ്പൂ വർഷം പൊഴിക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ എനിക്കങ്ങനെയല്ല. ഈ മുല്ലപ്പൂക്കളെ മാലയാക്കി മാറ്റി മുടിയിൽ ചൂടാനാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ? അത് എളുപ്പമല്ലേ? ഇപ്പൊ പുറത്തുപോയി പുതിയ മാല വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുമോ? അതെന്തിനാ? മുല്ലപ്പൂക്കളുണ്ട്, ഇതൊരു മാലയാക്കി തീർത്താ പോരെ? ഇപ്പോഴോ? ഇപ്പൊ തന്നെ എന്റെ കൈകൊണ്ട് പൂമാല കോർത്ത് നിന്റെ മുടിയിൽ ചൂടുമ്പോ കിട്ടുന്ന സന്തോഷം പൂമാല വാങ്ങി നിന്റെ കയ്യിൽ തന്നാതെ കിട്ടില്ല. ഞാൻ നൂലെടുത്തോണ്ട് വരാം. അയ്യോ, എന്തുറ്റി ഊർമിള? എന്തുറ്റി? വേദനിക്കുന്നു. കാലുളുക്കിന്ന് തോന്നുന്നു. അമ്മ. അയ്യോ അമ്മേ, ഇന്ദു അമ്മേ. അജേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ വീട്? ഊർമിള, ഊർമിള, എന്തുണ്ടായേ? കാല് വേദനിക്കുന്നുണ്ടോ? അതെ. അമ്മേ, ഇന്ദു അമ്മേ. അവരെ എന്തിനാ വിളിക്കുന്ന? ഇത്രയും വേദന വെച്ചിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ? ഒന്നുമില്ലേ? ഞാനിപ്പോ വരാം. അമ്മേ, ഇന്ദു അമ്മേ. ഞാൻ പറയുന്ന ചതിയും കുതന്ത്രങ്ങളും കൊണ്ട് നിറഞ്ഞ നിന്റെ മനസ്സിന് ഈ ഇരുണ്ട ജീവിതം തന്നെ മതിന്ന് കരുതി ഞാൻ തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നേ. കാഴ്ച കിട്ടിയിട്ട് എന്ത് മലമറിക്കാനാ? ഞങ്ങളുടെ മനസ്സമാധാനം കെടുത്താന്നല്ലാണ്ട്. അതുകൊണ്ട് കണ്ണില്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളുമല്ലോ. ഒരു കാലത്ത് കാഴ്ചയില്ലാതിരുന്നപ്പോ ഇരുട്ടില് ജീവിച്ചാ മതിയെന്ന് പറഞ്ഞയാള് ഇപ്പൊ കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയതും എന്തൊരു പെടച്ചിലായി കാണിക്കുന്നെ. ഇത്രയും കാലം എന്റെ മണ്ടത്തരം കാരണം ഈ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ പോയില്ലേ? ഒന്നും പറ്റില്ലടാ, നീ പേടിക്കാതെ. അവക്ക് കാല് താഴെ വെക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? അയ്യോ അമ്മേ, എന്തിനാ എല്ലാരും ഇങ്ങനെ പേടിക്കുന്നെ? ഇതൊരു ചെറിയ ഉളുക്കല്ലേ, പയ്യെ കുറഞ്ഞോളും. അങ്ങനെ പറഞ്ഞ അജയൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ കാല് നിലത്തുറച്ചാലേ അവന്റെ മനസ്സിന് സമാധാനം കിട്ടും, ഞങ്ങൾക്കും സമാധാനം തരൂ. എങ്ങനെ പറ്റിയ മോളെ? കാലെങ്ങനെ ഉളുക്കിയത്? അമ്മേ, നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. എന്താ അമ്മേ അമ്മ ഇങ്ങനെ? അജയേട്ടനെക്കാളും അമ്മയ്ക്കാണല്ലോ ഇപ്പൊ വെപ്രാളം മുഴുവൻ. ഉളുക്കിയ കുറച്ചു നേരം വേദനിക്കും, കുറച്ചു നേരം അനങ്ങാതിരുന്നാ തന്നെത്താനെ പൊയ്ക്കോളും. എന്തായാലും ഒരു പരിധിവരെ ഇത് നല്ലതിനാന്നാ എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലല്ലോ ഊർമിളെ, കാലുളുക്കിയത് നല്ലതിനാന്നോ? നല്ലതിന് തന്നെ എന്തോമ്മേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴല്ലേ നിങ്ങളൊക്കെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കാലത്ത് എന്റെ കണ്ണ് കാണാണ്ടായപ്പോ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കണ്ണ് കാണാണ്ട് ജീവിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയതും എന്നെക്കാളും നിങ്ങളെല്ലാരും അവേദനിക്കുന്നത്. അതിലെന്റെ വേദന അലിഞ്ഞില്ലാണ്ടായി. ഈ സ്നേഹത്തിനു മുൻപിൽ വേദനയൊക്കെ പറന്നുപോയി. നാളെ കാലത്തേക്ക് കുറഞ്ഞോളൂ. ശരി, വേദന കുറയുന്നത് വരെ ബെഡിൽ നിന്ന് അനങ്ങാതെ റെസ്റ്റ് എടുത്തോണം. ആയിക്കോട്ടെ അമ്മേ. കാല് നിലത്ത് കുത്തിക്കാതെ പൊന്നുപോലെ നീ അവളെ നോക്കിക്കോണം. എല്ലാം നീ അവളുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കണം. ആദ്യം ആ ഉളുക്ക് മാറാൻ ഇത്തിരി മരുന്ന് തേച്ചു കൊടുക്ക്. ഞാൻ തേക്കാക്കൊണ്ട. വേണ്ട, ഞാൻ തേച്ചോളാം അമ്മേ. എന്ന് ശരി, അവളെ നോക്കണോട്ടോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വേദന പോകുന്നത് വരെ കാല് തറയെ വെക്കരുത്. അവര് നോക്കിക്കോളും കൗസല്യേ. നീ വാ, നമുക്ക് പോവാൻ നോക്കാം. നീ ഇങ്ങി വാ കൗസല്യേ. ഒരു മിനിറ്റ്.
അമ്മേ. വേദനിക്കുന്നുണ്ടോ ഓർമ്മളെ? അജേട്ടൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാ നീയും ഇത് ചെയ്യില്ലേ? ചെയ്തില്ലല്ലോ അജേട്ടാ. അത്രയും നാളും കാല് താഴെ വെക്കാനാവാണ്ട് ആ ചക്രക്കസേരയിൽ ഇരുന്നപ്പോ ഞാൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. പക്ഷെ ഇപ്പോ അജേട്ടൻ എന്നെ ശുശ്രൂഷിക്കുന്നു. നീ ഇപ്പോ അന്നത്തെ പോലെ അല്ലല്ലോ ഓർമ്മളെ. ഇന്ന് കിട്ടിയ സന്തോഷം വിട്ടുകളഞ്ഞ് പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചോണ്ടിരുന്ന ബന്ധം മുന്നോട്ട് പോവില്ല. ഇനി എനിക്ക് പേടിയില്ലമ്മേ. അജയന് ഊർമിളെ സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങി. ശരിയാ. ആരെങ്കിലും ഒരാളെങ്കിലും ഒരു അനന്തരാവകാശി തന്നാ മതി എന്ന് കരുതിയതാ. എനിക്ക് എത്ര കുഞ്ഞുങ്ങളാണോ ഇവിടെ ജനിക്കാൻ പോകുന്നത്. വാ അമ്മേ. എന്തു പറ്റി അമ്പിളിയമ്മാവ? ഒന്ന് വന്നൂടെ? എനിക്ക് എന്റെ കുഞ്ഞുവാവയോട് സംസാരിക്കണം. എന്റെ മോൾ എന്നോട് എല്ലാം പറഞ്ഞു തന്നതുകൊണ്ടാ ഇന്ന് എനിക്കും എന്റെ ദേവേട്ടനും സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്നേ. ഒന്ന് പെട്ടെന്ന് വാ, കുഞ്ഞുവാവയോട് എനിക്ക് സംസാരിക്കണം. ഇവൾ ഈ പാതിരയ്ക്ക് ഇവിടെ എന്തെടുക്കോ? താഴെ സമാധാനമില്ലെന്ന് കരുതിയപ്പോ മോളിലും അതേ അവസ്ഥ തന്നെയാണല്ലോ എന്റെ അമ്മേ. നമ്മുടെ മനസ്സമാധാനം നശിപ്പിച്ചിട്ട് ഇവളിവിടെ അമ്പിളിയമ്മാവനോട് കഥയും പറഞ്ഞ് രസിക്കുമല്ലേ? ഇവള് കരഞ്ഞാലേ നമുക്ക് സന്തോഷം കിട്ടൂ. എന്നിട്ട് ഇവളുടെ സന്തോഷം കൊണ്ട് നമ്മൾ കരയേണ്ട അവസ്ഥയാണല്ലോ. ഇവിടെ ആരും ഇല്ലല്ലോ അമ്മേ. ഇല്ല, എല്ലാരും താഴെയാടാ മോനെ. ഇപ്പൊ ഞാൻ ഇവളെ ഇവിടുന്ന് താഴേക്ക് തള്ളിയിട്ടാലോ? അമ്മയും കുഞ്ഞും അതോടെ തീർന്നോളൂ. തീർന്നോളോടാ. പക്ഷേ അതിനുശേഷം ശേഷമുള്ള കാര്യങ്ങളൊക്കെ ശേഷം നോക്കാം അമ്മേ. എത്ര പേരെ കൊന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിഷ്പ്രയാസം രക്ഷപ്പെട്ടിട്ടുമില്ലേ? എന്റെ ജീവിതം നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയവളെ ഇപ്പൊ തന്നെ മേലോട്ട് അയക്കുന്നതാ നല്ലത്. അമ്മേ, കുഞ്ഞുവാവേ. ആരോട് അവള് സംസാരിക്കുന്നേ? ആർക്കറിയാം? കുഞ്ഞുവാവേ പറമോളെ. മോളേന്ന് താഴേക്ക് തള്ളിയിടാൻ പോവാമേ. ആരെ മോളെ? നമ്മളെ. എന്താ പറഞ്ഞേ? നമ്മളെ തള്ളിയിടാൻ പോകുന്നെന്നോ? അതിനിവിടെ ആരുമില്ലല്ലോ. ആരാ ഇവിടെ? അമ്മേ, ഇവള് തന്നെത്താനെ നിന്ന് സംസാരിക്കാറുന്നില്ലേ? എന്നിട്ടെങ്ങനെയാ നമ്മൾ തള്ളിയിടാൻ പോവാണെന്ന് മനസ്സിലാക്കിയത്? ഇനി നമ്മൾ ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. അവള് നമ്മളെ കണ്ടാലും കുഴപ്പമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വാ തുറക്കില്ലല്ലോ. പയ്യെ ചെന്ന് അവളെ താഴേക്ക് തള്ളിയിടാം. അമ്മ വന്നേ. കുഞ്ഞുവാവ് ആപത്താണെന്നാ പറയുന്നത്. മോളിന്ന് താഴേക്ക് ഞങ്ങളെ തള്ളിയിടാൻ പോവാന്ന് അവള് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? എങ്കിലും ഇത് ഉറപ്പായി ആ ചെറ്റകളുടെ പ്ലാൻ തന്നെയായിരിക്കും. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോ നിന്നെ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി അവരിങ്ങ് വന്നു കാണും. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. വരണേ, എവിടെയാണോ നീ? സുഹാസിനി ചെറിയമേ, മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നോ. വരുൺ,
എവിടെയായിരിക്കും? വരണേ, എവിടെ പോയി ഒളിച്ചിരിക്കടാ? വൈദേഹി, അവര് താഴത്തേക്ക് പോയെന്ന് തോന്നുന്നു. നീ വാ, ഇന്ന് അവരെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അമ്മേ, അവര് നമ്മളെ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോയില്ല. വാ വൈദേഹി. ദേവേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വൈദേഹി, നിനക്ക് അവരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ദേവേട്ടാ, നീ ഇവിടെ തന്നെ നിന്നോണം. ദേവേട്ടാ, എവിടെ പോയി ഒളിച്ചിരിക്കുക? എന്നാലും നീ ഇനി നന്നായി സൂക്ഷിക്കണം കേട്ടോ. അവര് ചവിട്ട് കിട്ടിയ പാമ്പിനെ പോലെയാ. അവസരം കിട്ടിയ ആ സമയത്ത് തന്നെ കടിക്കും. ദേവേട്ടാ, അവരാൽ കഴിയുന്നതൊക്കെ അവര് ചെയ്യട്ടെ ദേവേട്ടാ. വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞ് നമ്മളെ രക്ഷിക്കാനല്ലേ നമ്മുടെ കുഞ്ഞുവാവയുള്ളത്. കുഞ്ഞുവാവ രക്ഷിക്കുന്നത് എങ്ങനെയാണടാ? അത് വരാനിരിക്കുന്ന ആപത്തെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കൂ അത്രേ. അതല്ലേ എനിക്കും പിടികിട്ടാത്തെ. ഒന്നോടൊന്ന് സൂക്ഷിച്ചു കേട്ടെ. നമ്മുടെ കുഞ്ഞുവാവ എത്ര അപകടങ്ങളിൽ നിന്നാ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് ദേവേട്ടാ. വരുണാണ് തെറ്റ് ചെയ്തെന്ന് കണ്ടുപിടിച്ച് ദേവേട്ടിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ അതിന് കാരണം നമ്മുടെ കുഞ്ഞുവാവയല്ലേ? ശരിയാണ് വൈദേഹി. വരുൺ വസുമതിയെ കൊല്ലാൻ പോകുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞാവെ ആ സമയത്ത് പറയാതിരുന്നെങ്കിൽ നമുക്ക് അവിടെ വെച്ച് വസുമതിയെ രക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു. കയ്യോടെ ആ നെറികെട്ടവനെ പിടിക്കാനുള്ള അവസരവും കിട്ടില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞുവാവ നമ്മളെ കാവല് കാക്കുന്ന ദൈവോ. അച്ഛനും അമ്മയില്ലെങ്കിൽ കുഞ്ഞും ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മുടെ കുഞ്ഞില്ലെങ്കിൽ നമ്മളും ഇല്ല. നമ്മുടെ പൊടി പോലും ശത്രുക്കളെ വിട്ടുവെക്കില്ല. എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ? സ്വപ്നാണോ സത്യാണോ? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞവരെ രക്ഷിക്കുന്നെന്നോ? അതല്ലേ അവര് പറയുന്നേ അമ്മേ. ആ കുഞ്ഞാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നേരത്തെ പറയുന്നേ. അതെങ്ങനെയാടാ നടക്കുക? നമ്മുടെ കഷ്ടകാലത്തിന് ഇതല്ല, ഇതിനപ്പുറം നടക്കും. നമ്മൾ രക്ഷിക്കുന്ന കുഞ്ഞാവേനെ നമ്മളെപ്പോഴും പൊന്നുപോലെ വേണം സംരക്ഷിക്കാൻ. നിക്ക്, നിനക്ക് വേണ്ടി ഞാനൊരു കാര്യം കൊണ്ടുവന്നുണ്ട്. കുഞ്ഞിന്റെ പാവ നന്നായിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ കുഞ്ഞുവാവെ രക്ഷിക്കുന്ന? അതേടാ, കുഞ്ഞാവേനെ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഈ പാവ നമ്മളെ ഓർപ്പിക്കും. അതെങ്ങനെ? അതിങ്ങ് തന്നെ. അയ്യോ, ഇതെന്താ കരയുന്നേ? കരയുന്നാണ്ടില്ല, എടുക്ക്. ഈ പാവ കൊള്ളാലോ ദേവേട്ടാ. ആ പാവേനെ എങ്ങനെ താഴെ വെച്ചാൽ അത് കരഞ്ഞോണ്ടിരിക്കും. നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കരച്ചിൽ നിർത്തുകയും ചെയ്യും. അങ്ങനെ മണിക്കൂറിലൊരിക്കൽ ഈ പാവ കരഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് മണിക്കൂറിലൊരിക്കൽ നമ്മുടെ കുഞ്ഞാവേനെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വരും. അപ്പൊ കഴിക്കാനുള്ള മരുന്ന് കഴിക്കണം, ജ്യൂസ് കുടിക്കണം, പാല് കുടിക്കണം. ദേവേട്ടാ, അതൊക്കെ എനിക്ക് അറിയാത്ത പോലെയെന്ന് തോന്നുമല്ലോ. ഈ പാവ ഓർമ്മിപ്പിക്കണോ? അതല്ല വൈദേഹി, ഇപ്പൊ നമ്മുടെ വീട്ടിൽ വല്ലാത്തൊരവസ്ഥയല്ലേ. എപ്പോഴും ഓരോ കാര്യങ്ങൾ സംഭവിച്ചോണ്ടിരിക്കല്ലേ. അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നീ ഇതൊക്കെ കഴിക്കാൻ അങ്ങ് മറന്നുപോകും. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം വിട്ടുപോകില്ലേ? എന്റെ ദേവേട്ടാ, അതിനല്ല എന്റെ ദേവേട്ടനുള്ളത്. എന്നാലും ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. എന്നാലേ നമുക്ക് അങ്ങോട്ട് പോവാം. ഭഗവാനെ, അമ്മേ, രക്ഷപ്പെട്ട. എന്താടാ ഇതൊക്കെ? നിന്റെ വല്യച്ഛന്റെ ആത്മാവായിരിക്കും അവരെ രക്ഷിക്കുന്നെന്ന് കരുതിയേ. പക്ഷേ ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയേ. നമ്മുടെ ഓരോ പ്ലാനും തകർക്കുന്നത് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണത്രേ. ഇനിയും ജനിക്കാത്തൊരു കുഞ്ഞാണോ നമ്മളെ കൊണ്ട് ഇക്ഷ ഇഞ്ഞൊക്കെ വരപ്പിക്കുന്നെ?
നമ്മൾ ഇതുവരെ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ അമ്മേ. അതല്ലേ നമ്മുടെ പ്ലാൻ എല്ലാം ചീറ്റിപ്പോയത്. ഇനിയിപ്പോ അത് നടക്കില്ല. ആ കുഞ്ഞിനെ വെറുതെ വിടരുത്. ആ പിണ്ടത്തിന്റെ പിണ്ടം വെക്കണം. എന്നാലും നമുക്ക് രക്ഷയുള്ളൂ അമ്മേ. നമസ്കാരം ഗുരുക്കളെ. നമസ്കാരം. ഞങ്ങളുടെ വാക്കിന് വില കൽപ്പിച്ച് ഇവിടം വരെ വന്നുവല്ലോ. ഒരു